തിരുവനന്തപുരം വിതുരയിൽ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ കോൺഗ്രസ് വാദം പൊളിയുന്നു. ആംബുലൻസിന് ഫിറ്റ്നസും ഇൻഷുറൻസും ഉണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. ഫിറ്റ്നസും ഇൻഷുറൻസും ഇല്ലെന്ന് ആരോപിച്ചായിരുന്നു കോൺഗ്രസ് ആംബുലൻസ് തടഞ്ഞത്. സംഭവത്തിൽ DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 10ഓളം പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഫിറ്റ്നസും ഇൻഷുറൻസും ഇല്ലാത്ത വാഹനം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു ആംബുലൻസ് തടഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസിന്റെ സമരം. രോഗി ഗുരുതരാവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ടും ആംബുലൻസ് കടത്തിവിടാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ല. എന്നാൽ കോൺഗ്രസിന്റെ വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. ആംബുലൻസിന് ഫിറ്റ്നസും ഇൻഷുറൻസും ഉണ്ടായിരുന്നതായി മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. ആംബുലൻസിന് 2025 സെപ്റ്റംബർ 29 വരെ ഫിറ്റ്നസ് കാലാവധിയുണ്ട്. 2026 ജൂലൈ 16 വരെ ഇൻഷുറൻസ് ഉള്ളതായും രേഖകളിൽ വ്യക്തം. പച്ചക്കള്ളമുയർത്തി കോൺഗ്രസ് നടത്തിയ സമരത്തിലൂടെ പൊലിഞ്ഞത് ഒരു ജീവനാണ്. അതേസമയം ആംബുലൻസ് തടഞ്ഞ സംഭവത്തിൽ DCC ജനറൽ സെക്രട്ടറി ലാൽ റോഷി ഉൾപ്പെടെ 10ഓളം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ഗുരുതരാവസ്ഥയിലായിരുന്ന രോഗിയെ ആംബുലൻസിൽ കയറ്റാൻ സമ്മതിക്കാതെ സംഘം ചേർന്ന് തടഞ്ഞതിനും മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആശുപത്രി ജീവനക്കാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ആശുപത്രികളെല്ലാം തകർച്ചയിൽ നിന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ആസൂത്രിതമായ സമരങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. അതിനായി ഉയർത്തുന്ന വാദങ്ങളെല്ലാം പച്ചക്കള്ളമെന്ന് തെളിയിക്കുകയാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ട ഈ രേഖകൾ. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.